സ്കാനിങ് 8 മന്തായി. അപ്പോൾ സ്കാനിങ് എടുക്കാൻ വേണ്ടി പോണ്. അതുകൊണ്ട് ഇതാ ഡ്രസ്സൊക്കെ മാറ്റി മെല്ലെ പോണം. ബൈക്കിൽ മെല്ലെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. അവിടെ എത്തി അൽഹംദുലില്ലാ ഗൈസ്. അപ്പോൾ നമ്മൾ മെല്ലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. 8 മന്തായി. 7 മന്തിന്റെ സ്കാനിങ് എടുത്തിട്ടില്ല. അപ്പോൾ 8 മന്ത് ചെക്കപ്പും 7 മന്ത് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഇന്ന് വരുമ്പോൾ സമയമാവും. അവിടെ പോയിട്ട് എങ്ങനെയാന്ന് നോക്കിയിട്ട് നമ്മൾ വീട്ടിൽ എടുക്കാൻ വിചാരിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. സമയങ്ങളില്ല. സമയം ഒരുപാട് കഴിഞ്ഞപ്പോൾ അവിടെ എത്തണം. എനിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ലെറ്റ്സ് ഗോ. അങ്ങനെ 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. 9:00 എത്താനാണ് പറഞ്ഞത്. സ്കാനിങ് ഡോക്ടർ വരും. അപ്പോൾ നമ്മൾ 10 മണിയായി എത്തുമ്പോൾ അപ്പോൾ നമ്മൾ സ്കാനിങ്ങിൻ്റെയും ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒക്കെ അവിടെ പൈസ കെട്ടി വെച്ചിട്ട് അവർ പറഞ്ഞു സ്കാനിങ് ഡോക്ടർ വിളിക്കും, അപ്പോഴേക്കും വേഗം ബ്ലഡ് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ബ്ലഡ് കൊടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. പിന്നെ നേരെ സ്കാനിങ് ചെയ്യാൻ പോയി. അതും കിട്ടി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് യൂറിൻ ടെസ്റ്റ് ചെയ്യണം. ഇനിയൊരു ഷുഗർ ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഗ്ലൂക്കോസ് പൊടിയൊക്കെ കഴിച്ചിട്ട് അതൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ നോക്കാൻ തുടങ്ങിയാണ് കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഒരു ഐഡിയ ഇല്ലെങ്കിലും അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞിട്ടാണ് അവൻ നോക്കുന്നത്? സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയിട്ട് നോക്കുന്നു. എന്താ നോക്കുക? അപ്പം നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ടില്ല. ഇനി എൻ്റെ BP ചെക്ക് ചെയ്യണം, വെയിറ്റ് നോക്കണം. പിന്നെ ഗ്ലൂക്കോസ് പൊടി വാങ്ങിയിട്ട് വരുന്നുണ്ട് ഇക്ക. അപ്പോൾ അത് കുടിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഷുഗർ അതിൻ്റെയൊക്കെ നോക്കാൻ. അപ്പോൾ ഇക്ക വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ പിന്നെ ഇങ്ങനെ ഇരിക്കലാണ്. അതിൻ്റെ ഉള്ളിലാണ് ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഗ്ലൂക്കോസ് പൊടിയൊക്കെ മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ടെ, പിന്നെ ഗ്ലൂക്കോസ് പൊടി കലക്കിയിട്ടുണ്ട്. ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആളിതാ ഫുള്ളായി കുടിക്കാൻ പോകണമാണ്. എന്ത് മധുരണ്ട? ഇനിപ്പ് ഭയങ്കര പുളിപ്പാ, മധുരം. ഈ ഗ്ലൂക്കോസ് പൊടി ഇട്ടിട്ട് കലക്കി കുടിക്കുന്നത് ഭയങ്കര മധുരമാണ് കേട്ടോ. നമുക്കിത് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇക്ക എന്നെ ഓരോന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ലാസ്റ്റ് ഇക്കൻ്റെ വായിക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തപ്പോഴാണ് ഇക്ക ആ റിയാക്ഷൻ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇത് ഒറ്റ ട്രിപ്പ് വേഗം കുടിച്ച് തീർക്കണം. അപ്പം ഞാൻ പതുക്കെ ഇരുന്നിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. തണുപ്പുണ്ട്, തണുപ്പ്. വരുമോ? ഇങ്ങോട്ട് തന്നെ വരുമോ തിരിച്ച്? കരയണ്ട, എന്തിനാണ് കരയണ്? ഫുള്ളായി കുടിച്ചിട്ടുണ്ട് അല്ലേ? ഫുള്ളായി ടേസ്റ്റ് നോക്കാനാ? ടേസ്റ്റ് നോക്കത്തിൻ്റെ എപ്പോഴും ഇത് ഫുള്ളും ഞാൻ കുടിച്ച്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ എല്ലാം എടുത്ത് കഴിഞ്ഞതിൻ്റെ റിസൾട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഡോക്ടറുടെ സംസാരത്തിൻ്റെ തിരക്കിലാണ്. വേറെ എന്താ പറയുന്നതെന്നില്ല. റിസൾട്ട് 2 ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ. അങ്ങനെ ഡോക്ടറിനൊക്കെ കാണിച്ചു. ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസ് പൊടി കുടിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം അടുത്ത ബ്ലഡ് കൊടുക്കാൻ. പിന്നെ ഫസ്റ്റ് കൊടുത്ത ബ്ലഡ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി കടന്നു. അപ്പോൾ അവിടെ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ ഞാനങ്ങനെ കടന്നു. പിന്നെ ഇക്ക ഫസ്റ്റത്തെ ബ്ലഡ് കൊടുത്ത റിസൾട്ട് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് പൊടി കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി അതിൻ്റെ ബ്ലഡ് കൊടുക്കാനാട്ടോ പോണത്.
സമയം 12:30 മണിയായി. ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് വരുന്നുണ്ടാണ്. 2 ഭാഗത്ത് ബ്ലഡ് കൊടുത്തിട്ടുള്ള ബ്ലഡൊക്കെ പോയി ഉണ്ടല്ലേ. ബ്ലഡൊക്കെ പോയിട്ട് ഇനിയിപ്പോൾ കുറച്ച് ബ്ലഡൊക്കെ കയറ്റേണ്ടി വരും. ബ്ലഡ് പോയി. എങ്ങനെയുണ്ട്? ഇനി എന്താണ്? യൂറിൻ ടെസ്റ്റ് ഉണ്ടോ? ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞില്ല ഇനി മയങ്ങാണോ? യൂറിൻ എടുക്കാൻ പോകും ആള്. പോണ ഗ്യാപ്പ് കണ്ടില്ല. പഴം കഴിക്കാണ്. നീ കഴിച്ചോ? ഇങ്ങനെ എനിക്കൊരു പകുതി ഒന്നുണ്ട്. വലിയ നേന്ത്രപ്പഴമാണ്, അതുകൊണ്ട് ഒരു പകുതി അതിൻ്റെ ഇത്ര വേണ്ട. ഇത്ര സമയമായിട്ട് 1 മണിക്കാണ് ഇപ്പോൾ കഴിക്കാൻ പാടില്ല. രാവിലെ തൊട്ട് കഴിക്കാൻ പാടില്ല പറഞ്ഞത്. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ക്ഷീണമാണ്. ഒരു 2 മണിക്കൂർ നമ്മളോടൊന്നും കഴിക്കണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്ലഡ് എടുത്ത ശേഷം കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു പഴം കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കഴിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ റിസൾട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടി. അങ്ങനെ ഡോക്ടറിനെ കാണിച്ച് റിസൾട്ടൊക്കെ അതിനുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നേരെ എനിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പം മിലനിലാണ് കേട്ടോ കയറിയത്. പിന്നെ അവിടെ കയറി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. എനിക്കങ്ങനെ പെട്ടെന്ന് ഒരുപാട് റേറ്റ് ഉള്ളതും എടുക്കില്ല. എനിക്കിഷ്ടപ്പെട്ട മാത്രം ഞാൻ എടുക്കുള്ളൂ. റേറ്റും നോക്കും കേട്ടോ, അത് എന്താണെന്നറിയില്ല. അങ്ങനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. ഈ ഓഫർ ഉള്ളതൊക്കെ വേറെ എടുത്താൽ 1250, 1500. ഇത് 2295, ഇത് 1350 ആ റേറ്റ്. ടോപ്പിലേക്ക് പോവുകയാണ്. അവസാനം ടോപ്പിൽ നിന്ന് ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇക്കാക്കും കുട്ടികൾക്കും വെള്ളിയാഴ്ച പോകാൻ പറഞ്ഞു എടുക്കാൻ. അപ്പോൾ ഒരുപാട് നേരം എനിക്ക് നിൽക്കാൻ വയ്യ. ഇപ്പം 3 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഓലോ കൂടെ എത്തി. അപ്പോൾ ഒരു സപ്പോർട്ടൻ്റെ ഷെയ്ക്കാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ജ്യൂസ് വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളാണ് കഴിക്കുന്നത്. എനിക്ക് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ജ്യൂസ് വാങ്ങി ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, രണ്ടാളാണ് കഴിക്കുക. എനിക്ക് ഫുള്ളായി കഴിക്കാനൊന്നും സാധിക്കില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ കയറി. നമ്മുടെ തൊട്ടന്നെ സെറ്റ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഹലോ ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഹോസ്പിറ്റലിൽ പോയി
സമയം 3:30 മണിയായി. വീട്ടിലേക്ക് തപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ കയറി. വീട്ടിലേക്ക് കയറി രാവിലെ ക്ഷീണം. പിന്നെ ഓരോ റിസൾട്ടൊക്കെ ഇങ്ങനെ നോക്കണം. ഡോക്ടറായാലും ഇതിൻ്റെ റിസൾട്ട് നോക്കണം. സ്കാനിങ് റിപ്പോർട്ട് ഇത് 7-ാം മാസത്തെ സ്കാനിങ് റിപ്പോർട്ടാണ്. 8 മാസം എടുത്തു. 7 മാസത്തെ 8 മാസം എടുത്തു. അപ്പം നമ്മൾ എടുത്ത സ്കാനിങ് ആണ് ഗൈസ്. ഇത് ഫസ്റ്റ് എടുത്തത്. ഇത് പിന്നെ എടുത്തത് അല്ലേ, 5-ാം മാസം എടുത്തത്. അതെ. എത്ര സ്കാനിങ് ആയി മൊത്തം? മൊത്തം എത്ര? 4 സ്കാനിങ് എടുത്തു അല്ലേ നമ്മള്? 4 ഉണ്ട്. അപ്പോൾ ആ ഉണ്ട് തോന്നുന്നു. 4 എടുത്താൽ മാതിരി. 4 സ്കാനിങ്. സ്കാനിങ്ങിന്റെ കുഴപ്പമൊന്നുമില്ല. ആ, കുട്ടി വെയിറ്റ് ഒക്കെ ഉണ്ട്. ലൈറ്റ് കുറച്ച് കുറവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രാവശ്യം പ്രോട്ടീൻ്റെ ഒരു പൗഡർ വന്നിട്ടുണ്ട്. എന്താണ് അത് ശരിക്കും കാണിക്കൂ. പ്രോൺസ് അങ്ങനത്തെ ഒരു പൗഡർ, ന്യൂട്രിൻസ് പൗഡറാണ്. അതിപ്പോൾ എക്സ്ട്രാ തന്നിട്ടുണ്ട്, നമുക്ക് ബ്ലഡ് കുറവായതുകൊണ്ട്. പിന്നെ ഇപ്രാവശ്യത്തിൽ ഒരു സമാധാനം എന്താണെന്ന് പറഞ്ഞാൽ ഗുളിക കുറച്ച് കുറവുണ്ട്. 5 ഗുളിക 6 ഗുളിക കഴിക്കുന്നവിടെ ഇപ്രാവശ്യം 3 ഗുളിക എഴുതി തന്നിട്ടുണ്ടോ. ഒരു മാസത്തിന് ഗുളിക. പിന്നെന്താ, ഞങ്ങൾ ഡ്രസ്സ് എടുത്തില്ലേ, അതൊരു കാണിക്കാം അല്ലേ. ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. മിലനിൽ പോയിട്ട് ഒരു ഫങ്ഷൻ വരുന്നുണ്ട് ഈ ആഴ്ച കസിൻ്റെ. അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ഞാൻ ചെറിയ ഷോപ്പിംഗ് കൂടി ചെയ്തു. എനിക്ക് ഒരുപാട് റേറ്റുള്ളത് വേണ്ട വിചാരിച്ചിട്ട് ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. എങ്ങനെയുണ്ട് ഗൈസ്? ഷോള മാച്ച്. അപ്പം നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ്.